സർ, വയനാട്ടിലെ വീടുകളുടെ കുറ്റങ്ങൾ തുറന്നു കാണിച്ച നൗഫലിനെ CPM അണികളും സൈബർ പോരാളികളും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അല്ലേ? അല്ല, നമ്മുടെ നാട്ടിലെ ഇതിപ്പോൾ ഒരു ശീലമാണ്. വളഞ്ഞിട്ട് ആക്രമിക്കുക, സൈബർ പോരാളികൾ, കടന്നലുകൾ, അങ്ങനെ തൊലി എന്നൊക്കെ പറഞ്ഞ് വരും കുറേ ആളുകൾ പെയ്ഡാണ്, കുറേ ആളുകൾ അന്തം കമ്മികളാണ്. അത് എല്ലാ പാർട്ടിക്കും ഉണ്ട്. ഞാൻ CPM മാത്രം, CPM കുറെ കൂടി ശക്തരായതുകൊണ്ട് അവർക്ക് കൂടുതലുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ് ഇപ്പോഴും. അതുകൊണ്ട് CPM-നാണ് അതിൽ ഏറ്റവും ശക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘടിതമായുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് പെയ്ഡ് ഒരു വിഭാഗവും അവർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൈബർ സ്പേസ് മൊത്തം അവർക്ക് ഒരു അനുകൂലം. ഇപ്പൊ BJP-ക്കും ഉണ്ട്, BJP-ക്ക് മോശമല്ല, കോൺഗ്രസിനും ഉണ്ട്. പക്ഷെ ഏറ്റവും വികൃതമായി ആക്രമിക്കുന്നത് ഇവരാണ്. ഇപ്പോൾ പ്രതിഭയ്ക്കെതിരെ പ്രതിഭയ്ക്കെതിരെ വന്നപ്പോൾ കോൺഗ്രസ്സുകാർ കുറച്ച് നല്ല മര്യാദകേട് കാണിച്ചിട്ടുണ്ട്. ഞാനത് ഒന്നും അങ്ങനെയല്ല എന്ന് പറയുന്നില്ല. അതുപോലെ ഇപ്പോൾ ഈ നൗഫലിന്റെ വിഷയം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആദ്യം നൗഫലിന്റെ വിഷയമല്ല, സ്മൃതി പരുത്തിക്കാടിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. സ്മൃതി പരുത്തിക്കാടിന് എതിരായി വന്ന ആക്രമണം ഇതുപോലെ തന്നെ സംഗതിയാണ്. സ്മൃതി എനിക്ക് വളരെ മുമ്പേ അറിയാം. പിതാവിന് വരെ കൈരളി ചാനലിൽ ഉണ്ടായിരുന്ന ആളാണ് സ്മൃതി. അദ്ദേഹത്തിന്റെ പിതാവിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒന്നിച്ച് ദേശാഭിമാനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് തമാശ, ഒന്നിച്ച്. അപ്പോൾ സിദ്ധാർത്ഥൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വലിയൊരു സഖാവാണ്. കുറെ പെൻഷൻ വരെ വെച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് അച്ഛനെ വരെ ആക്രമിച്ചു. അതെനിക്കും ഒരു അത്ഭുതമില്ല. കാരണം എനിക്കറിയാം, ഞാൻ ഇത്രയും വലിയ ആളൊന്നുമല്ല, എന്നിട്ട് ഞാൻ നേരിട്ടിട്ടുള്ള ആക്രമണം എനിക്കറിയാം. വേറെ ആരെയൊക്കെ വീട് കാണിച്ച് എൻ്റെ വീടാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പോട്ടെ. അതൊക്കെ സാധാരണ CPM-കാരുടെ ഒരു നിലവാരമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നൗഫലിന്റെ പ്രശ്നം എൻ്റെയോ സ്മൃതി പരുത്തിക്കാടിൻ്റെയോ പോലെയല്ല നൗഫലിന്റെ കാര്യം. 16 പേർ സ്വന്തം വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. നൗഫലിനെ സംബന്ധിച്ചിടത്തോളം നൗഫലിന്റെ വീട് ഇതിലെ ഏറ്റവും കുഴപ്പമെന്ന് പറ്റിയെന്ന് വെച്ചാൽ ഇത് ഈ ഇലക്ഷനുമായി ഇത് ബന്ധപ്പെടുത്തിയതാണ്. തെരഞ്ഞെടുപ്പുമായി ഇത് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായും വീടിന്റെ പണി തീർന്ന കൈമാറും. അത് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളതല്ല. കാരണം ഒരു ദുരന്തമുണ്ടായി, നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സംഭാവന കൊടുത്തു. 750 കോടി 770 കോടിയിട്ട് സർക്കാരിൻ്റെ കിട്ടി. സർക്കാർ അവർക്ക് ഘട്ടം ഘട്ടമായി വീട് പണിത് കൊടുക്കുന്നു. അത് പണിത് കൊടുക്കുന്നതിൽ സർക്കാർ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന രൂപത്തിൽ ഒരു PR എക്സർസൈസ് നടത്തിയതാണ് ഇതിൽ കുഴപ്പമായത്. കേരളം മുഴുവൻ അത് ബോർഡ് വെച്ചു. വയനാട്ടിൽ ദുരന്തബാധിതർക്ക് ചൂരൽമല മുണ്ടക്കൈ ആളുകൾക്ക് ഞങ്ങൾ അത് കൊടുത്തു, വേറെ ആരുണ്ട് കൊടുക്കാൻ എന്ന രൂപത്തിൽ. അപ്പുറത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസ് പിരിച്ച കാശ് കൊടുത്തില്ല എന്നതും കൂടി ചേർത്ത് ഇവരങ്ങിറക്കി. പക്ഷേ പ്രശ്നം എന്താ? അപ്പൊ 178 വീട് വന്നു. ഒരു വീട്ടിൽ പോലും ആരും കയറി താമസിച്ചിട്ടില്ല. ഇതുവരെ താമസിച്ചിട്ടില്ല. ഇപ്പോഴും താമസിക്കാൻ പറ്റില്ല. താമസയോഗ്യവുമല്ല എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ ഇനി അടുത്ത ഗവൺമെന്റ് ആരായാലും LDF ഗവൺമെന്റ് വന്നാൽ പോലും ഇനി 3 മാസം കൂടി കഴിയാണ്ട് അവർക്ക് താമസിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, 1000 സ്ക്വയർ ഫീറ്റ് വീട് 30 ലക്ഷം രൂപ. അതിലൊക്കെ ഒരുപാടുണ്ട്. അതിന്റെ ഫണ്ട് പിരിച്ചതിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ട്, CMDRF-മായി ബന്ധപ്പെട്ട് വിഷയമുണ്ട്. ഈ പണമൊക്കെ ഇതുവരെ എന്താ ഉപയോഗിക്കാതിരുന്നുള്ള ചോദ്യമുണ്ട്. ടൗൺഷിപ്പിന് ഇത്ര കോടി രൂപ, പല കണക്കുകളും വന്നിട്ടുണ്ട്. 30 ലക്ഷം രൂപ ഒരാളെങ്കിലും കൊള്ളയടിക്കാൻ കൊടുത്തതാണ് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. നമ്മള് ഈ ലൈഫിന് 4 ലക്ഷം രൂപ കൊടുക്കണം. ലൈഫിലൊരു വീടിന് 4 ലക്ഷം രൂപ. ഇത് 30 ലക്ഷം രൂപയാണ് 1000 സ്ക്വയർ ഫീറ്റിന്. മാത്രമല്ല അതിൽ വേറെ ഒന്നുമില്ല. മറ്റേ കാർപ്പറ്റ് ടു കാർപ്പറ്റ് ഇല്ല. കാർപ്പറ്റ് മുതൽക്ക് എല്ലാം ഇടണം, ബൾബ് വാങ്ങിയിടണം, എല്ലാം ഇടണം. അപ്പോൾ തീർച്ചയായിട്ടും ഫർണിച്ചർ വേണം, വീട്ടു സാമാനങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം താമസിക്കണമെങ്കിൽ പിന്നെ സമയം എടുക്കും. ആണ് പ്രശ്നം. അപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ മതി. ഇപ്പം മന്ത്രി പറഞ്ഞ് ഞങ്ങൾ വീട് കൈമാറിയിട്ടില്ല, പട്ടയെ കൈമാറിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇവർ നടത്തിയ ചടങ്ങ്? ഇലക്ഷന് മുമ്പ് ഒരു നടത്തിയ ചടങ്ങ് എന്താ? ആ ചോദ്യത്തിന് മറുപടി പറയട്ടെ. അതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ നൗഫലിന് വീട് കൊടുത്തു, അവര് ചോരുന്നു, അതിൽ ക്രാക്കുണ്ട്, വെള്ളം താഴേക്ക് വരുന്നു. സ്വാഭാവികമായും പുതിയൊരു വീട് കിട്ടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വന്തം കെട്ടിയാലും 4 കെട്ടി തന്നാലും ചോർച്ച വന്നാലും ഒരു ടെൻഷൻ ഉണ്ടാവും. അയാൾ ആ ടെൻഷനാണ് പറഞ്ഞത്. അത് ഊരാളുങ്കലിനോട് വിളിച്ചു പറഞ്ഞു. ഊരാളുങ്കൽ അത് വന്ന് മാർക്ക് ചെയ്തു. സോ ഫാർ സോ ഗുഡ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിൽ മന്ത്രി കയറി മാറ്റാനോ വേറൊരാൾ കയറി പറയാനോ വേണ്ട. അവിടെ ക്രാക്ക് ഇല്ല എന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞത്. ക്രാക്ക് ഉണ്ട് എന്ന് വരച്ചിട്ടതാണ് ഒരാളെങ്കിൽ. മന്ത്രി അതൊന്നും പറയേണ്ട കാര്യമില്ല. മന്ത്രി ടെക്നോളജി ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം പരാതി വന്നിട്ടുണ്ട്, ശരി, ഞാൻ ഊരാളുങ്കലിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞതല്ലേ, ഊരാളുങ്കലിനെ വിളിച്ച് പറയുന്നുണ്ട്. അവർ നോക്കട്ടെ. അവർ വന്ന് നോക്കി മാർക്ക് ചെയ്തു, എവിടെയാണ് പ്രോബ്ലം ഉള്ളത്, അടയ്ക്കേണ്ടതുണ്ടോ, തീർക്കാം. ഇനി വേറെ വീട്ടിലുണ്ടെന്ന് പറയുന്നു, ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ വീട് നിർമ്മിക്കുമ്പോൾ അത് ഉണ്ടാവാം, അത് നമുക്ക് സ്വാഭാവികമാണ്, അതിലൊരു അപകടമില്ല. പക്ഷെ അതൊരു PR വർക്ക് വീണ്ടും PR ആക്കി അത് മാറ്റാൻ പോവുക. റബ്ബർ എടുത്ത് മാറ്റിയാൽ മറ്റെടുത്ത് മാറ്റിയാൽ ഒക്കെ ചെയ്യുക. ഇത് മാച്ചോണ്ട് പോണതല്ലല്ലോ. എന്തിനാണോ വരയിട്ടത്? പിന്നെ മന്ത്രി തന്നെ പറഞ്ഞു ഒരു മൈനർ ക്രാക്ക്, എന്തോ ഒരു ക്രാക്ക് ഉണ്ട്. അപ്പം അതിനല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ.
മന്ത്രി സമ്മതിച്ചു ക്രാക്ക് ഉണ്ടെന്ന്. അത് മാത്രമല്ല അപ്പുറത്തെ വീട്ടിൽ വിള്ളലുണ്ട്, ആ വീട് സന്ദർശിച്ചില്ല. അപ്പൊ പ്രശ്നം എന്താ, ഞാൻ പറഞ്ഞ വീടിന് വിള്ളലുണ്ടാവുന്നത് അത് നിർമ്മാതാക്കളുടെ പ്രശ്നമാണ്. ഊരാളുകളിനെ പറ്റി നമുക്ക് വേറെയും കംപ്ലൈന്റ് ഉണ്ട്, അത് വേറെ പരിശോധിക്കണം. അവർ നിർമ്മാണത്തിൽ തകരാറ്, അവർ പണിത പലതും ഇടിഞ്ഞു വീണിട്ടുണ്ട്, പല റോഡ് ഇടിഞ്ഞു വീണിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അവർ ഊരാളുങ്കൽ, അത് ഊരാളുങ്കലല്ല ചെയ്യണേ, ഊരാളുങ്കൽ എടുത്തിട്ട് സബ് കോൺട്രാക്ട് കൊടുക്കുക. അപ്പൊ ഊരാളുങ്കലിനല്ല അത് പാർട്ടിക്കാർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കും. അങ്ങനെ പല കളികളും ഉണ്ട് അതിനകത്ത്. ഊരാളുങ്കൽ ഒരു കൊള്ള സ്ഥാപനമാണ്, അത് വേറെ വിഷയം. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. ക്രാക്ക് ഉണ്ടെങ്കിൽ ക്രാക്ക് ഉണ്ട് എന്ന് സമ്മതിക്കുക, ആ ക്രാക്ക് അടയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും, അതിനുവേണ്ട പരിഹാരം ചെയ്യും. ഇനി നിർമ്മിക്കുന്ന വീടുകളിൽ അത് വരാതിരിക്കണമെന്ന് അവർക്ക് നമ്മൾ നിർബന്ധമായി കൊടുക്കും. അതിന് പകരം നൗഫലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ഈ കോൺഗ്രസിന്റെ വീട് മേടിച്ചാൽ പോരായിരുന്നു? അല്ല, അവിടെയാണ് പ്രശ്നം. എന്തിന് സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചു? നിങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസിന്റെ അല്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ പ്രശ്നം എന്താ, നിങ്ങളുടെ ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ ഇയാൾക്ക് വീട് വെച്ചു കൊടുത്തതോ എന്തോ അവിടെ ഒരു വലിയ സൗജന്യമായി നിൽക്കും. ഞാനിതിൽ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർത്തു. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഒരു പത്രക്കുറിപ്പ് കേട്ടു. മുസ്ലിം ലീഗ് 51 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി താമസമുണ്ട്. ആ പത്രക്കുറിപ്പ് പാർട്ടിക്കാർക്കുള്ളതാണ്. അവർ പറഞ്ഞൊരു കാര്യം, വീട് കയറി താമസം ഓരോ വ്യക്തിയുടെയും കുടുംബ വിഷയമാണ്, ഒരു കുടുംബത്തിൻ്റെയാണ്. ക്ഷണിക്കാതെ നിങ്ങൾ മുസ്ലിം ലീഗ് വെച്ചു കൊടുത്ത വീടാണെന്ന് വെച്ചാൽ ലീഗ് നേതാക്കന്മാർ അവിടെ കയറി ചെല്ലണ്ട. അതൊരു PR വർക്ക് നടത്താൻ നിങ്ങളെ ക്ഷണിച്ചെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ പോവുക. ഒരു മാതൃകാപരമായ നിലപാടാണ്. ലീഗ് വീട് വെച്ചു കൊടുത്തത് മാതൃകാപരമാണെന്ന് ഞാൻ വിചാരിക്കും. കോൺഗ്രസ്സുകാർ ചെയ്യാതിരുന്നതും ലീഗ് ചെയ്തതും രണ്ടും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലീഗ് പറഞ്ഞത് ഇവിടെ അങ്ങനെയല്ലല്ലോ ചെയ്തത്. എല്ലാ പാർട്ടി നേതാക്കന്മാർ പോവാ, മമ്മൂട്ടിയുടെ കൂടെ പോവാ, മോഹൻലാലിനോട്, അങ്ങനെയൊക്കെയുള്ള, ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള വില കുറഞ്ഞ PR വർക്കിലേക്ക് ഒരു ദുരന്തത്തെ നമ്മൾ കൊണ്ടെത്തിക്കരുത്. ഒരു ദുരന്ത നിവാരണത്തെ അല്ലെങ്കിൽ ദുരന്ത സമാശ്വാസ പദ്ധതിയെ നമ്മൾ ഒരിക്കലും ഒരു സർക്കാരിന്റെ പരിപാടിയാവാം എന്നല്ലാതെ ഒരു പാർട്ടിയുടെ പരിപാടിയാവാം. അതിൽ നമ്മൾ പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തക അവിടെ ഇതുണ്ട്. ഇപ്പൊ അവിടെ അന്ന് ചെന്നപ്പോ അവർ കാണിച്ചപ്പോ അവര് ഒരു ചോദ്യമുണ്ട്, സ്മൃതിയുടെ എന്തോട്ടെ, സ്മൃതി അവരെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല, യാതൊരു സംശയമില്ല. ഇത് നമ്മൾ പ്രതിഭയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതിഭയ്ക്കെതിരായി പറഞ്ഞത് തെറ്റ്. പക്ഷെ പ്രതിഭ മാധ്യമ പ്രവർത്തകരെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പ്രതിഭ വേശികൾ എന്നുള്ള രൂപത്തിൽ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട്. അത് അന്ന് ഞാൻ പറഞ്ഞത് രണ്ടും തെറ്റ് തന്നെയാണ്. ഇപ്പൊ KK രമയെ പറഞ്ഞാലും മറ്റേ വേറെ ഏതെങ്കിലും ഇടതുപക്ഷ നേതാവിനെ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. രമ്യ ഹരിദാസിനെ പറഞ്ഞാലും ഒക്കെ തെറ്റ് തന്നെയാണ്. അത് അങ്ങനെ തന്നെ കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ പിന്നെ ന്യായീകരണം കണ്ടെത്തും. അതായത് സ്മൃതി പറഞ്ഞതിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നൗഫൽ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. വീടിന് ക്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രാക്ക് ഉണ്ട്. മന്ത്രി പോയി കണ്ടു, എഞ്ചിനീയർ പോയി കണ്ടു, വരയിട്ടു, ഇവിടെ ക്രാക്ക് എന്ന് കണ്ടെത്തി, ഫിനിഷ്ഡ്. അത് തിരുത്തി കൊടുക്കണം. ഇനി വീട് ഇതുവരെ കൈമാറിയിട്ടില്ല എന്നൊരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞില്ല. വീടെല്ലാം കൈമാറി എന്നാ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു വീട് കൈമാറിയിട്ടില്ല, പട്ടയം കൊടുത്തിട്ടുള്ളൂ. അതിലൊരു ചതിയുണ്ട്. വീട് കൈമാറുന്നതും പട്ടയം കൊടുക്കുന്നതും രണ്ട് കാര്യമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥ ഉദ്ദേശം. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു സർക്കാരിന്റെ പ്രവർത്തനം നമ്മുടെ PR വർക്ക് കൊണ്ടല്ല ജനങ്ങൾ അറിയേണ്ടത്, അവരുടെ അനുഭവം കൊണ്ടാണ്. അനുഭവം കൊണ്ട് അറിയുമ്പോൾ അത് വ്യത്യാസമുണ്ട്. PR വർക്ക് കൊണ്ട് അറിയുമ്പോൾ അതിൽ അരോചകത്വമുണ്ട്. മാത്രമല്ല ലോകം മുഴുവൻ ഈ ബോർഡ് വെച്ചു. സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയാറുള്ള ഒരു കാര്യം, ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞില്ല, ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി വിധിക്കുള്ള ഇങ്ങനെ എത്തിക്കുക. ഓരോ 30 മീറ്ററിലും 50 മീറ്ററിലും ഒരു ഫ്ലക്സ് വെച്ച് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ച് ഫ്ലക്സ് വയ്ക്കുക. 210 കോടി രൂപ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് PR നടത്തുക. ഇതൊക്കെ ചെയ്ത ആളുകളാണ്. ഇനി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുക? ഏറ്റവും സംഘടിതമായ ഒരു പാർട്ടി അവർക്കുണ്ട്, ഏറ്റവും സംഘടിതമായ സോഷ്യൽ മീഡിയ ഉണ്ട്. എന്നിട്ടും ഇവർ ചെയ്ത നല്ല കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വെടി പൊട്ടിക്കുകയും പിന്നെ ഠോ എന്ന് പറയാൻ വേണ്ടല്ലോ. നിങ്ങൾ പടക്കം പൊട്ടിച്ചിട്ട് പിന്നെ ഠോ എന്ന് പറയണതിനാ? പടക്കം പൊട്ടിച്ചാൽ മതി. ഇപ്പം ആൾക്ക് മനസ്സിലാവും പടക്കം പൊട്ടിച്ചു എന്ന്. അപ്പൊ പടക്കം പൊട്ടാത്തതുകൊണ്ടാണ് ഠോ എന്ന് പറയേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റിൽ ഇനി വേറെ ഗവൺമെന്റ് വന്നാലും ഓവർ PR തെറ്റാണ്. ഓവർ PR തെറ്റാണ്. മാത്രമല്ല നമ്മുടെ നാട്ടുകാരുടെ പൈസ എടുത്തിട്ട് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് ഇത് ഇനി വരുന്ന ഗവൺമെന്റ് ബാധക. ഞാൻ പറഞ്ഞ ഈ വേറെ ഗവൺമെന്റിന് ഇത് ബാധകമായൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് പറയേണ്ടി വരും, ഏത് ഗവൺമെന്റ് ആയാലും. അതുകൊണ്ട് ഇവിടെ ഗവൺമെന്റിന് പറ്റിയ തെറ്റ്, CPM പറ്റിയ തെറ്റ്, ഗവൺമെന്റിനെതിരായ വിമർശനം മുഴുവൻ CPM-നെതിരായ വിമർശനമായിട്ട് എടുത്തു. ഒരു ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റിനും CPM, അത് പോലീസുകാരെ അടിച്ചാലും CPM-കാരും ന്യായീകരിക്കാൻ നിൽക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. ആശുപത്രി കത്രിക വെച്ചാലും CPM ന്യായീകരിക്കേണ്ട കാര്യം എന്താ? അതിനെ ന്യായീകരിക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ കാലത്ത് ഇതിലും കൂടുതൽ കത്രിക വെച്ചിട്ടില്ലെന്ന് ചോദിച്ചിട്ട് അതല്ലല്ലോ കാര്യം. അതുകൊണ്ട്
ഈ ന്യായീകരണം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് അവസാനിപ്പിക്കും. CPM ഗുണം ചെയ്യില്ല, ഒരു പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.